അപ്പോൾ സൂപ്പർമാൻ DCUവിൻ്റെ ഒരു ബിഗിനിങ് ആണ് സൂപ്പർമാൻ. അതായത് കഴിഞ്ഞ നമ്മുടെ സാക്ക് സ്നൈഡറിൻ്റെ മറ്റേ KGF യൂണിവേഴ്സിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന DCEUൻ്റെ ഒരു കംപ്ലീറ്റ് റീബൂട്ടാണ് ഇത്. അപ്പോൾ ആ DCEU ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊന്നും ഈ പടം ഇഷ്ടപ്പെടാൻ പോലുള്ള കാര്യം ഇത് അതിൽ നിന്ന് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. അതിൻ്റെ അകത്തെന്ന് പറയുമ്പോഴത്തേക്ക് വില്ലന്മാരുടെ തലയൊക്കെ പിടിച്ച് വലിച്ചൊടിക്കുന്ന സൂപ്പർമാനാണ്. ഇതിൻ്റെ അകത്ത് ഒരു മനുഷ്യനെ കൊല്ലാത്ത പാവമായ സിമ്പിൾ ഓഫ് ഹോപ്പായിട്ടുള്ള സൂപ്പർമാനെയാണ് കാണിക്കുന്നത്. അതാണ് കോമിക് ആക്യുറേറ്റ്. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻജസ്റ്റിസ് എന്ന് പറയുന്ന വേറൊരു ടൈപ്പ് കോമിക്കുണ്ട്. ആ കോമിക്കിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് സാക്ക് സ്നൈഡറിൻ്റെ ഇത് വന്നിട്ടുള്ളത്. അപ്പോഴത്തേക്ക് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ആ സംഭവം കാര്യം കോമിക് ബുക്ക് വായിച്ചിട്ടുള്ള എല്ലാ മനുഷ്യന്മാർക്കും അറിയാം, അതായത് സൂപ്പർമാൻ ഒരിക്കലും അങ്ങനെ ആവില്ല. അതായത് ഒരു മനുഷ്യൻ്റെ തലയൊന്നും അടിച്ച് ഒരിക്കലും വലിച്ചു പൊട്ടിക്കാൻ പോലുള്ള അങ്ങനെയൊക്കെ കോമിക് വായിക്കുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാവും. പിന്നെ മറ്റേ ഡൈഹാർട്ടായിട്ടുള്ള സാക്ക് സ്നൈഡർ ഫാൻസ് ഇങ്ങനെ വന്നിട്ട് ഇനിയിപ്പം എന്തെങ്കിലുമൊക്കെ പറയുമോയെന്ന് എനിക്കറിയത്തില്ല. ഏതായാലും ആ കംപ്ലീറ്റ് DCEU എനിക്ക് ഇഷ്ടപ്പെട്ടതേ ഇല്ല. അതിൻ്റെ അകത്ത് ലാസ്റ്റ് ഇറങ്ങിയ പടം എനിക്ക് തോന്നുന്നു ജോക്കർ 2 അങ്ങാണ്ടാന്ന് തോന്നുന്നു. അതേതായാലും പൊട്ടി. അതവർ ആ മാൻ ഓഫ് സ്റ്റീൽ കഴിഞ്ഞിട്ട് അവന്മാർ മൊത്തം എന്തൊക്കെയാണോ കാണിച്ചു കൂട്ടിയെന്ന് അവന്മാർക്ക് തന്നെ അറിയത്തില്ല. ജോക്കർ എന്ന് പറയുന്നത് നല്ലൊരു പടം. ആ പടത്തിന് എന്തിനാണ് നിങ്ങളൊരു സീക്വൽ വെച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇത് പൈസ ഉണ്ടാക്കാനാണെങ്കിൽ അത് പൊട്ടി അവർക്ക് കുറച്ച് നല്ല ലോസ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ എല്ലാ പടവും പൊട്ടി തുടങ്ങിയപ്പോഴത്തേക്കാണ് അവർ പുതിയ യൂണിവേഴ്സ് ജെയിംസ് ഗണ്ണിനെ വെച്ച് തുടങ്ങാമെന്ന് വിചാരിച്ചത്. ജെയിംസ് ഗണ്ണ് നല്ലൊരു ഡയറക്ടറാണ്. പുള്ളിയുടെ ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സി ആ സീരീസൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഇതാണ്. പിന്നെ സൂയിസൈഡ് സ്ക്വാഡ് അത് ഞാൻ കണ്ടിട്ടില്ല. സൂയിസൈഡ് സ്ക്വാഡിൻ്റെ റീബൂട്ടാണ് പുള്ളി ചെയ്തിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ പീസ് മേക്കർ. അപ്പോൾ പടം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കിടിലം പടം. അതായത് പറ്റുന്ന ആൾക്കാരാണെങ്കിൽ ട്രിവാൻഡ്രത്തോ അവിടെയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ട്രിവാൻഡ്രത്ത് PVRൽ 4DX തന്നെ പോയി കാണുക. അതിനുള്ള ഇതുണ്ട് ഇത് പറയുന്നത്. പിന്നെ IMAX ആണെങ്കിൽ അതിൻ്റെ അകത്ത് പോയി കാണുമ്പോൾ അതും നല്ലതായിരിക്കും. കാര്യം ഇത് ഫിലിം ഫോർ IMAX സിനിമയാണ്. അപ്പോൾ IMAXിൽ കാണുമ്പോൾ ഭയങ്കര എഫക്റ്റ് ആയിരിക്കും. പക്ഷേ 4DX ആയിരിക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന കാര്യം. ഞാൻ 4DX കണ്ടിട്ട് ഭയങ്കര എഫക്റ്റ് ആയിരുന്നു. പക്ഷേ ഭയങ്കര കുലുക്കമായിരുന്നു. സൂപ്പർമാൻ താഴെ വീഴുമ്പോഴും എണീറ്റ് പോകുമ്പോഴും മൊത്തം കുലുക്കമായിരുന്നു. പക്ഷേ അത് നല്ല രസമുണ്ടായിരുന്നു. അതുള്ളതുകൊണ്ട് കൂടുതൽ എഫക്റ്റ് തോന്നി. പറ്റുന്ന ആൾക്കാരെല്ലാം 3D 4DX തന്നെ 4DX 3D കാണാൻ പോകാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യും. നിങ്ങൾക്ക് IMAX ആണെങ്കിൽ അത് കാണാൻ പോവുക. ഒരിക്കലും സാധാ തിയേറ്ററിൽ പോയി കാണണമെന്നേ ഞാൻ പറയത്തുള്ളൂ. കാര്യം ഇത് IMAX അല്ലെങ്കിൽ 4DX അതിൽ കാണാനുള്ള സിനിമയാണ്. ഇത് ചുമ്മാ ഏതെങ്കിലും തിയേറ്ററിൽ പോയിട്ട് കണ്ടിട്ട് അതിന് ആ ഒരു എക്സ്പീരിയൻസ് അതായത് 4DXലും IMAXലൊക്കെ കിട്ടുന്ന എക്സ്പീരിയൻസ് ഒരിക്കലും സാധാ തിയേറ്ററിൽ പോയാൽ കിട്ടത്തില്ല. അത് നിങ്ങൾ ട്രിവാൻഡ്രത്തോ എറണാകുളത്തോ ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അവിടെ പോയി കാണുക. പക്ഷേ ആ PVRൽ പോയി കാണുമ്പോൾ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡിൽ ചെറുതായിട്ട്, അതായത് ഒരു ഒരു സ്കെയിലിൻ്റെ വിഡ്ത്ത് അത്രയേ ഉള്ള ഒരു ബ്ലാക്ക് വര രണ്ട് സൈഡിലും ഉണ്ട്. ഒരു സ്കെയിലിൻ്റെ വിഡ്ത്തേ ഉള്ളൂ. നമ്മൾ ശ്രദ്ധിക്കത്ത പോലുമില്ല സിനിമ കാണുമ്പോൾ. വലിയ വര ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഞാൻ ട്രിവാൻഡ്രത്ത് ഉള്ള സ്ഥലത്താണ് പോയി കണ്ടത്. ഞാൻ ഇപ്പോൾ കൊല്ലത്തുള്ളത്. അപ്പോൾ എൻ്റെ അടുത്തുള്ളത് ട്രിവാൻഡ്രമാണ്. അപ്പോൾ അവിടെ പോയി കണ്ട് ഇന്നലെ രാത്രി ഞാൻ തിരിച്ചു വന്നത്. അപ്പോഴത്തേക്ക് ഞാൻ ട്രാവൽ ചെയ്യുമായിരുന്നു. അപ്പോൾ ഇന്നാണ് എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഏതായാലും സിനിമ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കിടിലം പടം. ഞാൻ കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ മറ്റേ KGF യൂണിവേഴ്സ് കഴിഞ്ഞിട്ട് നല്ലൊരു കോമിക് ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു പുതിയ യൂണിവേഴ്സ്. ജെയിംസ് ഗൺ എന്ന് പറയുമ്പോൾ പുള്ളിക്ക് കോമിക്സൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു പുള്ളിയാണ്. അപ്പോൾ ഞാനിത് നേരത്തെ വിചാരിച്ചേക്കും ഇത് നല്ലൊരു കോമിക് ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു പടമായിരിക്കും എടുക്കാൻ പോകുന്നത്. ഇനി സൂപ്പർ ഗേളിൻ്റെ കാര്യം ഞാൻ ഒരു കാര്യമുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. ഏതായാലും പറയുന്നത് ഇനി ഇത് കഴിഞ്ഞിട്ട് ഇനി സൂപ്പർ ഗേൾ അടുത്ത വർഷം. പിന്നെ ബ്രേവ് ആൻഡ് ദ ബോൾഡ്, ബാറ്റ്മാൻ ബ്രേവ് ആൻഡ് ദ ബോൾഡ്. അതിൻ്റെ അകത്ത് റോബിനായിട്ട് വരുന്നത് പുള്ളിയുടെ മോൻ തന്നെയാണ്. ഒരു കാർട്ടൂൺ നെറ്റ്വർക്കിലൊരു സീരീസ് ഉണ്ട്. അത് ഏതാണെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അതിൻ്റെ അകത്ത് ഈ ബാറ്റ്മാൻ്റെ മോൻ ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ഞാൻ ഒരു എപ്പിസോഡെങ്ങാണ്ട് കണ്ടിട്ടുണ്ട്. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. അപ്പോഴത്തേക്ക്
പിന്നെ ഇനി എന്തുവാ മെയിൻ ജസ്റ്റിസ് ലീഗിലുള്ള കുറേ പേരിനി വരാനുണ്ട്. ഫ്ലാഷിൻ്റെ ഒരു സീൻ പോലും ഇല്ല. പിന്നെ ബാറ്റ്മാൻ്റെ സിനിമയാണ് ഇതുവരെ അനൗൺസ് ആയിട്ടുള്ളത്. പിന്നുള്ളതാരാ? വണ്ടർ വുമണിൻ്റെ കാര്യം അറിയത്തില്ല. അവർ ക്രീച്ചർ കമാൻഡോസിലുണ്ടായിരുന്നു. പിന്നെ എന്തുവാ നമ്മുടെ വേറെ ആരാടെ ഉള്ളത്? വേറെ സൈബോർഗിൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. ഇതിനുള്ള ആക്ടേഴ്സിനെ പോലും കൺഫേം ആയിട്ടില്ല. ആകെപ്പാടെ ഉള്ളത് ഇപ്പോൾ സൂപ്പർ ഗേളിൻ്റെ ആക്ട്രസ് കൺഫേമായി. പിന്നെ ഉള്ളത് ഗ്രീൻ ലാൻറ്റേൺ ഗായ് ഗാർഡനർ വേർഷൻ അതിനുള്ള പുള്ളി കൺഫേം ആയിട്ടുണ്ട്. ഹോക്ക് ഗേൾ കൺഫേം ആയിട്ടുണ്ട്. പിന്നെ മിസ്റ്റർ ടെറിഫിക്, ഇതൊക്കെ ഈ സിനിമ വന്ന ആൾക്കാരുടെ കാര്യമാണ് ഞാനീ പറയുന്നത്. മിസ്റ്റർ ടെറിഫിക്, പിന്നെ നമ്മുടെ ലെക്സ് ലൂഥർ പിന്നെ ഏതായാലും മെയിൻ വില്ലനാണല്ലോ സൂപ്പർമാൻ്റെ. പുള്ളി ഏതായാലും കാണും. ഇനിയിപ്പോൾ ഈ യൂണിവേഴ്സിൽ എനിക്ക് തോന്നുന്നു ഇനി ബാറ്റ് ഫാമിലിയൊക്കെ കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ യൂണിവേഴ്സിൽ അതൊന്നും ഇല്ലായിരുന്നു. ബാറ്റ്മാന് പ്രോപ്പറായിട്ടൊരു സിനിമ പോലും ഇല്ലായിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും എനിക്ക് തോന്നുന്നത് മറ്റേ റോബർട്ട് പാറ്റിൻസന്റെ ബാറ്റ്മാനെ ആയിരിക്കും ഇതിനകത്തോട്ട് കൊണ്ടുവരാൻ പോകുന്നത്. കാര്യം ഇവർക്കിതുവരെ സ്ക്രിപ്റ്റ് കൺഫേം ആയിട്ടില്ല, ഒന്നും കൺഫേം ആയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അതിൻ്റെ അകത്തുള്ള റോബർട്ട് പാറ്റിൻസണിൻ്റെ ബാറ്റ്മാനെ കൊണ്ടുവരുമ്പം ഏതായാലും ഫാൻസിന് കുറച്ച് പേർക്കൊക്കെ അത് ഇഷ്ടപ്പെടാണ്ടിരിക്കാം. പക്ഷേ മെജോറിറ്റി ഓഫ് ആൾക്കാർക്ക് അത് ഏതായാലും ഇഷ്ടപ്പെടും. പിന്നെ എന്തുവാ സാക്ക് സ്നൈഡർ ഫാൻസ്, ഹെൻറി ക്യാവിൽ ഫാൻസ്, പിന്നെ DCEU ഫാൻസ് ഒന്നും ഈ സിനിമ കാണാൻ പോകരുതെന്നേ ഞാൻ പറയത്തുള്ളൂ. കാര്യം അവർക്കൊന്നും ഇഷ്ടപ്പെടാൻ പോകുള്ള കാര്യം ആ യൂണിവേഴ്സിൻ്റെ കംപ്ലീറ്റ് ഓപ്പോസിറ്റാണ് ഈ യൂണിവേഴ്സ്. എനിക്ക് ഈ യൂണിവേഴ്സാണ് മറ്റേ ഇഷ്ടപ്പെട്ടത്. ഞാൻ മലയാളത്തിൽ കുറേ റിവ്യൂ കണ്ടപ്പം ആർക്കും ഈ വെർഷൻ ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ഈ സിനിമയ്ക്ക് ഞാൻ സ്പോയിലർ ടോക്ക് ചെയ്യുന്നില്ല. കാര്യം ഇതൊക്കെ നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണാനുള്ള പടമാണ്. ഞാൻ ഇവിടെ ഇരുന്ന് കഥ പറഞ്ഞിട്ട് നിങ്ങൾക്കത് സ്പോയിൽ ആവണ്ട. എനിക്ക് തോന്നുന്നു സിനിമ കണ്ടിട്ടില്ലാത്ത ആൾക്കാരും സ്പോയിലർ ടോക്ക് ഇരുന്ന് കാണുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് ഞാൻ ഏതായാലും സ്പോയിലർ ടോക്ക് ഈ വീഡിയോയിൽ നിന്ന് ഞാൻ കട്ട് ചെയ്ത് കളയുന്നു. അപ്പോഴത്തേക്ക് ഏതായാലും സ്പോയിലർ അല്ലാത്ത ടോക്ക് കാണുമല്ലോ, കാര്യം അതാണിത്. അപ്പോഴത്തേക്ക് ഏതായാലും സിനിമ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അടിപൊളി പടം. അതായത് സൂപ്പർമാൻ്റെ എനിക്ക് തോന്നുന്നു ഏറ്റവും ബെസ്റ്റ് കോമിക് ആക്യുറേറ്റ് ആയിട്ടുള്ള പടം. എനിക്ക് ഇതുവരെ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട സൂപ്പർമാൻ പടം എല്ലാം ഇതാണ്. പിന്നെ ക്രിസ്റ്റഫർ റീവ്സിൻ്റെ സൂപ്പർമാൻ, അതാണ് ഫസ്റ്റ് സൂപ്പർമാൻ. എല്ലാവർക്കും നൊസ്റ്റാൾജിയൊക്കെ ഉള്ള സൂപ്പർമാനാണ് ക്രിസ്റ്റഫർ റീവ്സിൻ്റെ. പക്ഷേ എനിക്ക് കോമിക് ആക്യുറേറ്റ് ആയിട്ടും ഒക്കെ തോന്നിയത് ഈ സൂപ്പർമാനാണ്. അതുകൊണ്ട് എനിക്ക് ഈ സൂപ്പർമാൻസിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അപ്പോഴത്തേക്ക് പറ്റുന്ന ആൾക്കാരെല്ലാം ഞാൻ പറഞ്ഞ പോലെ 4DXിലോ IMAXിലൊക്കെ പോയി കാണുക. അല്ലാത്തവർ സാധാ തിയേറ്ററിലെങ്കിലും പോയി കാണുക. നിങ്ങൾക്ക് ഇപ്പം കൊച്ചു പിള്ളേരെയൊക്കെ വിളിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അവർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. കാര്യം ഇത് അവർക്കുള്ള കുറേ കോമഡി, അവർക്കൊക്കെ അത് വർക്കാവും. ആ കോമഡിയൊക്കെ ഞാൻ പോയ തിയേറ്ററിൽ കൊച്ചു പിള്ളേരും വലിയവരും എല്ലാവരും കൂടി ഇരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. കുറേ ഇഷ്ടംപോലെ കോമഡി ഉണ്ട്. പക്ഷേ എനിക്ക് കുറേ സാധനമൊക്കെ ചളിയായിട്ട് തോന്നി. എന്നാലും 2-3 എണ്ണമൊക്കെ കോമഡി വർക്കായിട്ടും ഉണ്ട്. അപ്പോൾ കോമഡിയുടെ കാര്യത്തിൽ മോശമാണെന്നും പറയാൻ പറ്റത്തില്ല, കിടിലമൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ ബാക്കി ആക്ഷൻ സീൻസ്, അതേപോലെ തന്നെ നമ്മുടെ അൾട്രാമാൻ്റെ സീൻസൊക്കെ അടിപൊളിയാണ്. പിന്നെ അൾട്രാമാൻ ഒരാൾ അൾട്രാമാൻ ആണെന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അയാളല്ല അൾട്രാമാൻ, വേറൊരാളാണ് അൾട്രാമാൻ. അപ്പോൾ ഏതായാലും അത് കുറച്ച് സർപ്രൈസിങ് ആയിരിക്കും. അതിനെപ്പറ്റി അറിയാത്തവർക്ക് അത് സർപ്രൈസിങ് ആയിരിക്കും. ഞാൻ കൂടുതൽ പറഞ്ഞ സിനിമയെ സ്പോയിൽ ചെയ്യുന്നില്ല. പിന്നെ അഭിനയത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ സൂപ്പർമാനായിട്ട് അഭിനയിക്കുന്നത് ഡേവിഡ് കോൺസെറ്റ്. പുള്ളി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഹെൻറി ക്യാവിലിനെക്കാട്ടിലും പേഴ്സണലി എനിക്കിഷ്ടപ്പെട്ട സൂപ്പർമാൻ ഇതാണ്. പിന്നെ ലെക്സ് ലൂഥറിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ലെക്സ് ലൂഥർ ഈ സിനിമയ്ക്കകത്താണ് ഉള്ളതെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഞാൻ എല്ലാം DCU ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ഞാൻ മുമ്പത്തെ സിനിമയൊന്നും ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് DCU വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ലെക്സ് ലൂഥർ ഒരു മൊട്ടത്തലേനാണ്. മറ്റേതിനകത്ത് കാണിച്ചിരിക്കുന്നത് ഭയങ്കര ലുക്കുള്ള ഒരാളായിട്ടൊക്കെയാണ്. അപ്പോൾ അതാണ് ആക്ടിങ് വൈസൊക്കെ പറയുമ്പോൾ. പിന്നെ ഡയറക്ഷൻ വൈസ് അഫ്കോഴ്സ് ജെയിംസ് ഗൺ നന്നായിട്ട് ഡയറക്റ്റും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ കണ്ടെത്തുന്ന എല്ലാവർക്കും താങ്ക് യു ഗൈസ്. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.